കൂട്ടുകാരെ അയ്മക്കുട്ടി വന്നുതാ. ഇനി ഞാൻ എന്റെ വണ്ടി നിങ്ങൾക്ക് കാട്ടിത്തരാം. നിങ്ങളുടെ വണ്ടി പോലെ എന്റെ വണ്ടിക്കുണ്ട് 4 ടയർ കണ്ട. പിന്നെ അതുപോലെ തന്നെ എന്റെ അമ്മ എന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് സേഫ്റ്റി മുഖ്യല്ലേ. വണ്ടിയിൽ കയറുമ്പോ തന്നെ ഞാൻ ഇതുപോലെ കാര്യമായിട്ട് വെച്ചിരിക്കും. ചിലപ്പോ ഇതുപോലെ നമസ്കാരം പറഞ്ഞിരിക്കും. എന്റെ വണ്ടിയല്ലേ എനിക്കിഷ്ടമുള്ള പോലെ ഇരുന്നൂടെ. പക്ഷെ എന്റെ അമ്മയില്ലേ കുശുമ്പത്തി ആ കാലം കൂടി താഴ്ത്തി വെച്ച് മര്യാദക്ക് ഇരിക്കാൻ പറയും. എന്താലേ പാവുണ്ടായി കുട്ടി തൊക്കെ സഹിച്ചിരിക്കുക. ഞാനും എന്റെ അമ്മ യാത്ര തുടങ്ങാൻ പോവാനട്ടാ. പീ പീ പൂ പൂ എല്ലാവരും മാറുന്നു. ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാണ്. ഹാവൂ അങ്ങനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു. ഈശോയ്ക്ക് സ്തുതി. എന്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അമ്മ മാത്രമൊന്നുമല്ല, എന്റെ അടുത്ത ചേച്ചിമാരും എന്റെ വണ്ടി ഓടിക്കാറുണ്ട് ട്ടാ. പിന്നെ വണ്ടിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പത്രാസ് എനിക്ക് കൂടുതലാ. ഞാനത് ആരോടും പറയാറില്ല, നിങ്ങളും പറയാൻ നിൽക്കണ്ട. ഞാൻ കുറച്ച് ആലോചനയിലാണ് ഗൈസ്. ഇന്ന് എങ്ങനെ പാപ്പം തുപ്പിക്കളയണം, പിന്നെ അതുപോലെ ഇന്ന് എന്തൊക്കെ കുറുമ്പ് കാട്ടി അമ്മേനെ ശല്യപ്പെടുത്തണം. ഒരു പൊരുത്തം കിട്ടുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ട്രിക്കുകൾ ഉണ്ടെങ്കിൽ അയമുക്കുട്ടിയുടെ അടുത്തൊന്ന് പറയാവോ? അമ്മ കേൾക്കാണ്ട്. കുറെ നേരം ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം എന്റെ വാഹനത്തെ എന്റെ അമ്മ ഈ സ്റ്റെയറിന്റെ അടിയിൽ കൊണ്ടുവച്ചു. ഇതാണ് എന്റെ വണ്ടിയുടെ പാർക്കിംഗ് ഏരിയ. കുറച്ച് പൊടി പിടിക്കും, പിന്നെ അമ്മ തന്നെ അത് തുടയ്ക്കൂലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സമാധാനം. അപ്പൊ ശരി ഗൈസ്, അയമ്മക്കുട്ടി പോവാ, പിന്നെ കാണാം. ടാറ്റാ.